പ്രജിതേ, ഈ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം അതിൽ ഇന്ത്യ എന്തെങ്കിലും കണ്ടുപഠിക്കേണ്ടതുണ്ടോ? ഇന്ത്യ കണ്ടുപഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാര്യം റഷ്യയിൽ ആക്രമിക്കുമ്പോൾ GPS ഒക്കെ കേട് ആക്കിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതെ, GPS-നെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതെ, പറ്റിപ്പായിരുന്നു. അതെ, കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. നമുക്കിവിടെ വന്നിരുന്നു, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണമൊക്കെ നടത്തിയതാണ്. നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അത് നശിപ്പിച്ചു. നമ്മുടെ യാത്രാ വിമാനങ്ങൾക്കൊപ്പം അല്ലേ, അവരുടെ യാത്രാ വിമാനങ്ങൾക്കൊപ്പം ഡ്രോണാണ് കടത്തിവിട്ടു. അങ്ങനെ ഒരു ഡ്രോൺ അങ്ങനെയും കടത്തിവിട്ടു. അതല്ലാതെയുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായി, മിസൈൽ ആക്രമണം ഉണ്ടായി. യുക്രൈൻ ഇത്തരത്തിലൊരു മാസ് ഓപ്പറേഷൻ നടത്തുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇസ്രയേൽ പോലും ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇസ്രയേൽ പോലും ഹമാസിനിട്ട് പണി ഇത്തരത്തിലുള്ള പണിയും ചെയ്തില്ലെന്ന് തോന്നുന്നു. അത് വേറൊരു തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ്. അത് മറ്റൊരു തരത്തിലുള്ള അപ്പൊ ഈ പറയുന്നത് പോലെ ഏതാണ്ട് 4000 കിലോമീറ്ററുകൾക്ക് അകലെയാണ് നമ്മളിൽ നിന്ന് ഒരു 4000 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള അത്തരം അകലെയാണ്. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്രൈൻ ഒരു കൊച്ചു രാജ്യമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, റഷ്യയിൽ നിന്ന് വേർവിട്ട് പോയതെങ്കിലും അവരുടെ തന്നെ ആയിരുന്ന ഒരു ഭാഗം വേർവിട്ട് പോയി ഉണ്ടായതാണ്. അപ്പോൾ കൊച്ചു രാജ്യം എന്ന് പറയുമ്പോഴും അതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും റഷ്യയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും യുക്രൈനിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണം അത് പുടിൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ ഞെട്ടൽ പുടിൻ ഉണ്ടായിട്ടുണ്ട് അതെ, അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ സമാനതകളില്ലാത്ത ഒരു ആക്രമണമാണ് റഷ്യയുടെ എയർബേസുകളിലേക്ക് നടത്തിയത്. വെറുതെ ഒരു ഡ്രോൺ ആക്രമണം എവിടെയെങ്കിലും നടത്തിയതല്ല, റഷ്യയുടെ എയർബേസുകളിലേക്കാണ് ഈ ആക്രമണം അത്രയും നടന്നത്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് 18 മാസം എടുത്ത് ആസൂത്രണം ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതെ, അത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിനെല്ലാം പിരിമുപ്പിക്കുന്നവരുണ്ട് എന്നുള്ളത് വേറെ എല്ലാവരും പിരിമുപ്പിച്ചു എന്ന് പറയുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ചടി അതിഭീകരമായിരിക്കും എന്നുള്ളതാണ്. റഷ്യ മുന്നറിയിപ്പും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 117 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഉക്രൈൻ ഈ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ സൈന്യത്തിന്റെ യുദ്ധവിമാനങ്ങളൊക്കെ തകർന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷെ ഈ ആക്രമണത്തെ മുൻകൂട്ടി കാണാനോ അതിനെ ഇല്ലാതെ ആക്കാനോ ഒന്നും റഷ്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശരിയാണോ? ചേട്ടൻ ചോദിച്ചത് ഇന്ത്യയുടെ കാര്യമാണെങ്കിലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാലാണ് പൂർണ്ണമാകുള്ളൂ. ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അറിയേണ്ടതല്ലേ? അതെ, റഷ്യ പോലൊരു രാജ്യം അതിന് ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം, അയൺ ഡോം ഉണ്ടായിട്ട് പോലും ഇസ്രയേലിന് ഉള്ളിലോട്ട് കടന്നു കയറി ഹമാസുകൾ അന്ന് നടത്തിയ ആക്രമണം അതും ഒരു നിമിഷത്തെ വീഴ്ചയായിരിക്കാം. അതിനെ അവരെങ്ങനെ ജാം ചെയ്തു എന്നുള്ളതാണ്. ഈ അയൺ ഡോമിനെ എങ്ങനെ ജാം ചെയ്തുകൊണ്ടാണ് ഹമാസുകൾ ഇസ്രയേലിൽ കയറി ഈ നരനായാട്ട് നടത്തിയത് എന്നുള്ള ചോദ്യവും അവിടെ ബാക്കിയാണ്. അത് ഇസ്രയേലിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ തിരിച്ചു നടത്തിയ അവര് വളരെ വയലന്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് ആക്രമണം നടത്തിയത്. ഇനി അവരെ കൊണ്ട് നിവർത്തിയില്ല. ഇതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ അത്തരത്തിലൊരു അയൺ ഡോം വികസിപ്പിച്ചതും അവർ അത് സ്ഥാപിച്ചതും. അതിനെ മറികടന്നുകൊണ്ട് അവർ നടത്തി എന്ന് പറയുന്നത് കരണത്തേറ്റ അടി തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് റഷ്യക്കും ഇത്തരത്തിലുണ്ടായിട്ടുള്ളത്. ഈ തടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് റഷ്യയെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു പൊസിഷനിലിരിക്കുന്ന പുടിനെ അലട്ടും. കാരണം പുടിൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും അതെ തന്നെ, ഒരു ഈച്ച പോലും കയറാത്ത അത്രത്തോളം പഴുതടച്ച
സുരക്ഷ ഒരുക്കി എന്ന് പറയുന്നിടത്തായിരുന്നു യുക്രൈൻ്റെ ഈ ഒരു ആക്രമണം. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഇത്ര സംഘടിതമായിട്ടൊരു പുതിയ തലമുറ യുദ്ധതന്ത്രം ലോകത്ത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണം പറയാനായിട്ട്. കൂടെ നിന്ന് ചാരന്മാരൊക്കെ തന്നെ ആയിരിക്കും. അതായിരിക്കാം. എന്തായാലും ഭാവിയിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നയിക്കാനും അത് ജയിക്കാനും ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ അതിനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇതുവഴി കരുതേണ്ടത്. അപ്പോൾ ഇനി വരുന്ന ഒരു ഭാവിയിൽ ഈ യുദ്ധങ്ങൾ നയിക്കാനും ജയിക്കാനും ഒക്കെ ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കപ്പെടും എന്നുള്ളതിന് തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. യുക്രൈൻ അതിനുള്ള വാതിൽ കൂടി തുറന്നിട്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ $200 കോടി നഷ്ടമാണ് റഷ്യക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ഇതൊരു മുന്നറിയിപ്പാണോ എന്നുള്ളത് ചേട്ടൻ ചോദിച്ചിരുന്നു. ചേട്ടൻ്റെ ചോദ്യം അതായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് മുന്നറിയിപ്പാണോ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടും സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്നതുമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ശത്രുവിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഇത്രയധികം നാശനഷ്ടം വരുത്താൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങൾ മാത്രം ഒന്നും ചികഞ്ഞു പോകാതെ ഉള്ള പ്രവർത്തനങ്ങൾ അല്ലെ ഇപ്പോൾ ഉള്ള GPS സംവിധാനങ്ങളൊന്നും അല്ല, അതുക്ക് മേലെ നിൽക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. എത്തുമ്പോഴെല്ലാം അറിയേണ്ടത്, എത്തുന്നതിന് മുമ്പ് തന്നെ അടിച്ചിടുക. അതെ, ഇപ്പൊ ഈ പറയുന്ന S-400 ഒക്കെ ആണെങ്കിലും ആകാശ് ആണെങ്കിലും അതെല്ലാം ഈ പറയുന്ന രാജ്യങ്ങളൊന്നും വിചാരിച്ചതല്ല ഇത്രത്തോളം കേപ്പബിലിറ്റി ഉള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ വഴിയിൽ വെച്ച് തന്നെ അടിച്ചിട്ടു. അതെ, അതെല്ലാം അടിച്ചിട്ടു. പക്ഷെ ആ അടിച്ചിട്ടു എന്നുള്ളത് കൊണ്ട് ഊറ്റം കൊള്ളുമ്പോഴും ഇതിനു മേലെ എന്ത് ചെയ്യാം? അല്ല, ഇപ്പോൾ റഷ്യ എന്ന് പറയുന്നത് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെ. അവരെ സംബന്ധിച്ച് അവർ അത്രയും അലർട്ടായിരിക്കുന്ന സമയത്തിന് അവരുടെ GPS ഒക്കെ തകർത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. അപ്പോൾ പരമ്പരാഗത മാർഗങ്ങൾ മാത്രം തിരയാതെ പുതിയ സംവിധാനങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ശതകോടികൾ ഇപ്പോൾ തന്നെ മുടക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണം തടയുന്നതിനും കോടികൾ മുടക്കി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങൾ മാത്രം മതിയോ എന്നുള്ള ചിന്ത അവിടെ ഉണർന്ന് പ്രവർത്തിക്കണം. എന്നാലേ കൂടുതൽ നല്ല നൂതനമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ട എല്ലാ ഡ്രോണുകളെയും മിസൈലുകളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി കൂടുതൽ നിക്ഷേപം, നമ്മൾ പറയും പ്രതിരോധ ബജറ്റിൽ ഇത്രയും കോടി രൂപ എന്തിനാണെന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ തുക പ്രതിരോധ സാമഗ്രികൾക്ക് വേണ്ടിയിട്ടും ഇതൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് വേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് അതിർത്തികളിലുള്ള സൈനിക കേന്ദ്രങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ജാമിംഗ് ഉപകരണങ്ങളാണ്. ചെറിയ ഡ്രോണുകൾക്കെതിരെ എയർ ഡിഫൻസ് തോക്കുകളും വലിയ ഡ്രോണുകളെ വെടിവെച്ചിടാൻ മിസൈൽ സംവിധാനങ്ങളുമാണ് ഇപ്പം നമുക്കുള്ളത്. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് DRDO വികസിപ്പിച്ചെടുത്തിട്ടുള്ള ലേസർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡ്രോൺ തകർക്കുന്ന സംവിധാനവും സൈന്യം ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു ലേസർ ട്രീറ്റ്മെന്റിലൂടെ അത് തകർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോഴും ഒരേ സമയം കുറച്ച് ഡ്രോണുകളെ മാത്രം ലക്ഷ്യമിടാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ മാസീവായിട്ടൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക നൂതനമായ വഴികളൊക്കെ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കേണ്ടത്. അതാണ് പുതിയ അത് യുക്രൈൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ് എന്നുള്ളത് സൂചനയാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് യുക്രൈൻ നൽകുന്ന സൂചന.